പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. സന്തോഷമാണോ? പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറയേണ്ടത്. ഞങ്ങൾക്ക് സന്തോഷമാണോ? 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ ഒട്ടും സന്തോഷമില്ലാത്തവരുടെ മുഖത്ത് പോലും സന്തോഷം ഉണ്ടാവും. അങ്ങനെയാണത്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നമ്മൾ എന്ത് പറയുന്നോ അതാണ് നമ്മളായിത്തീരാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്ത് പറയുന്നോ അതാണ് നമ്മളായിത്തീരാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ എപ്പോഴും പ്രത്യാശയോടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, വിധി ദിവസത്തിൽ മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വ്യർത്ഥവാക്കിനും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞ എല്ലാ വെറും വാക്കുകളും അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായെന്ന് വിചാരിക്കുന്ന നമ്മുടെ നേരെ ഒരാഘാതമാണ് ഈ വാക്കുകൾ. നമുക്ക് ഷോക്കിംഗ് ആണിത്. നമ്മൾ പറഞ്ഞ ഓരോ വ്യർത്ഥവാക്കും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സുഭാഷിതങ്ങളിൽ പറയും, ഉത്തമനായ മനുഷ്യൻ തൻ്റെ നല്ല വാക്കുകളുടെ സൽഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തൻ്റെ നല്ല വാക്കുകളുടെ സൽഫലം അനുഭവിക്കും. ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ കുടുങ്ങിപ്പോവും. ഉണ്ടോ? ഉത്തമനായ മനുഷ്യൻ തൻ്റെ നല്ല വാക്കുകളുടെ സൽഫലം അനുഭവിക്കും. ദുഷ്ടനായ മനുഷ്യൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ കുടുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല വാർത്തകൾ പറയാൻ കഴിയണം, നല്ല വാക്കുകൾ പറയണം. അപ്പം അങ്ങനെ പറയാൻ കൊള്ളാവുന്ന നല്ലൊരു വാക്കാണ് എന്ത്? എനിക്ക് സന്തോഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മലയാളി എന്ന് പറഞ്ഞാൽ, ഞാൻ തമിഴനല്ല, നമ്മളെല്ലാവർക്കും നമ്മൾ മലയാളികൾക്കുള്ളൊരു പൊതുവായ സ്വഭാവമാണ്, നമുക്കൊരു ആവറേജ് മൈൻഡ് സെറ്റാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ, പരീക്ഷ എഴുതുന്ന കുട്ടികളോട് ചോദിക്കുക, എങ്ങനെ പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയെങ്കിലും കഷ്ടിച്ചൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണോ അച്ഛാ. ഇതൊരു ആവറേജ് മൈൻഡ് സെറ്റാണ്. വളരെ അധികം കുട്ടികളൊന്നും പറയാറില്ല, അച്ഛാ എനിക്ക് ഫസ്റ്റ് വാങ്ങിക്കണം, എനിക്ക് ക്ലാസ് ഫസ്റ്റ് ആവണം, എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങൾ കുറവാണ്. ഒരു ഗുഡ് മജോറിറ്റി, ഒരു നല്ല ഭൂരിപക്ഷവും പറയാൻ പോകുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഒന്ന് ജയിക്കണം. ഇനി ഒരു സാധാരണ മലയാളിയോട് നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു? അതാണ് അമ്മച്ചി പറഞ്ഞാണ്, എന്താണ്? കുഴപ്പമില്ല എന്നുള്ള ഉത്തരമാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാൻ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആവറേജ് ഉത്തരമാണ്. കുഴപ്പമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും എങ്ങനെയുണ്ട് ജീവിതം? 1-ാം തരം, സൂപ്പർ, എക്സലന്റ് എന്ന് പറയുന്ന ആളുകളെ വളരെ കുറവായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരാളുണ്ട്. അയാളുടെ പേര് ഡാനിയൽ എന്നാണ്. അതായത് ഇങ്ങനെ എങ്ങനെയുണ്ട് ജീവിതം ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയില്ല. അങ്ങനെ പറയുന്നറിയാം, നന്നായിട്ടുണ്ടെന്ന് പറയും. നന്നായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ചേരുവകളെല്ലാം നല്ലതാവണമെന്നില്ല അത് പറയാൻ, പക്ഷെ പറഞ്ഞാൽ മതി, നല്ലതാവും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ UGC നെറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി ശക്തൻ നഗറിൽ ഒരിക്കൽ, തൃശ്ശൂർ ശക്തൻ നഗർ സ്റ്റാൻഡിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പോൾ ആ നാളുകളിൽ ഞങ്ങൾ പരിശീലനത്തിന് പോയിരുന്നത് വിജയരാഘവൻ എന്ന് പറയുന്നൊരു മാഷിൻ്റെ അടുത്താണ്. വിജയരാഘവൻ. അപ്പോൾ ഈ വിജയരാഘവൻ മാഷ് അവിടെ ഞങ്ങൾ ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി. അപ്പോൾ അന്ന് അദ്ദേഹം ഇങ്ങനെ ഈ അനുഗ്രഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്, നല്ലതേ വരൂ. അപ്പോൾ തന്നെ ഞാൻ ആമേൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല ആമേൻ. വിജയരാഘവ മാഷിന് നമ്മുടെ ആമേൻ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് അദ്ദേഹം, ഞാൻ പെട്ടെന്ന് ആമേൻ, നല്ലതേ വരൂ. എന്തൊരു വാക്കാത്. തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലതേ വന്നിട്ടുള്ളൂ. നല്ലതല്ല എന്ന് തൽക്കാലത്തേക്ക് തോന്നിയത് പലതും കാലാന്തരത്തിൽ നന്മയായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതൊക്കെ ഒരു വാക്ക് കണ്ടോ, എന്തൊരു വാക്കാണത്. നല്ലതേ വരൂ. ഫാദറെ, നല്ലതേ വരൂ. അയ്യോ,
പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഉള്ളതുപോലെ തുറന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് MA ഇംഗ്ലീഷിന് ഞാൻ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പക്ഷെ എന്നതുകൊണ്ട് എനിക്ക് UGC നെറ്റ് ആദ്യത്തെ തവണ എഴുതിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ക്ലാസ്സിൽ കയറാത്തവരും വളരെ ആവറേജ് സ്റ്റുഡൻസും ഒക്കെ UGC നെറ്റ് എഴുതി പാസ്സായി പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കാണ്, പക്ഷെ എനിക്ക് UGC നെറ്റ് എഴുതിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഒരു തവണ ഞാൻ എഴുതി തോറ്റു, 2 തവണ എഴുതി തോറ്റു, 3 തവണ എഴുതി തോറ്റു, 4 തവണ എഴുതി തോറ്റു. അപ്പോൾ എൻ്റെ ബിഷപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അച്ഛൻ മനഃപൂർവ്വം ഉഴപ്പുന്നാണ്, അച്ഛൻ ഇത് മനഃപൂർവ്വം ഉഴപ്പുന്നാണ് അച്ഛൻ. പക്ഷെ ഞാൻ ഉഴപ്പുന്നൊന്നുമല്ല, ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. എന്നാലും അങ്ങനെ ഉഴപ്പിട്ടൊന്നുമില്ല. അപ്പോൾ അവസാനമായപ്പോൾ എനിക്കിനി ആ ഭൂഖണ്ഡത്തിൽ ജീവിക്കുക ബുദ്ധിമുട്ടായി, ഇത് ജയിക്കാതെ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കോച്ചിങ്ങിന് പോകാമെന്ന വല്ലതും പോയി കാര്യമായിട്ട് പഠിക്കാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ പോകുന്നത്. അപ്പം അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ വിജയരാഘവ മാഷ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ തെക്കും വടക്കുമൊക്കെ നോക്കിയിരുന്നു. നിങ്ങളോടല്ല, സാറ് പറയാണ്, നിങ്ങളിങ്ങനെ തെക്കും വടക്കുമൊക്കെ നോക്കിയിരുന്നു. നിങ്ങളിങ്ങനെ ഉഴപ്പിയിരുന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിങ്ങൾക്ക് നെറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അദ്ദേഹം പറയാണ്. ഭയങ്കര ഷോക്കിംഗ് ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയാണ്, ഞാൻ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അന്ന് പുസ്തകം അടച്ചാണ്. എന്തെന്നറിയാമോ, ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ പഠിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഈ സാറിനെ കൊണ്ട് ഫാദറിന് നെറ്റ് കിട്ടുമെന്ന് പറയിപ്പിക്കണം. പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ 4ാമത്തെ നിലയിലാണ് ക്ലാസ്. അപ്പോൾ ഈ 4ാമത്തെ നിലയിലോട്ട് സാറ് പ്രായമുള്ള ആളാണ്. അപ്പോൾ സാറിങ്ങനെ പതുക്കെ കോണിപ്പൊടി പിടിച്ച് കയറി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ സാറ് വണ്ടി കൊണ്ടുവരുന്ന സമയമായപ്പോഴേക്കും സാറിൻ്റെ ഡ്രൈവർ സാറിനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ഞാൻ താഴെ വളരെ പ്രസന്നവദനായി സുസ്മേരവദനായി ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സാറ്, ഫാദർ ഗുഡ് മോർണിംഗ് സാർ. എന്താണ്? ഞാൻ പറഞ്ഞു, സാർ ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്യാം മേളിലോട്ട് പോകാൻ. ഞാൻ സാറിൻ്റെ കൈ കയറി പിടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല വേണ്ട, ഞാൻ തന്നെ. ഇല്ല, ഞാൻ പറഞ്ഞു, ഞാൻ വിടില്ല ഇനി ഇത് സാർ എന്നെ അനുവദിക്കണം സാർ. ഞാൻ സാറിനെ പിടിച്ചോണ്ട് അങ്ങനെ ഞാൻ ഈ സാറിനെ പിടിച്ചോണ്ട് മേളിലേക്ക് ഇങ്ങനെ പതുക്കെ. അപ്പം ഞാൻ വിചാരിച്ചത്, ഇങ്ങനെ ഒരു ആക്ട് ഓഫ് ചാരിറ്റി ചെയ്യുമ്പോൾ അദ്ദേഹം എന്നിൽ പ്രസാദിച്ച് എന്നോട് ഫാദറിന് നെറ്റ് കിട്ടും. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? പക്ഷേ ഞാൻ എത്ര ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി, 2 ആഴ്ചയായി അദ്ദേഹം എന്നോട് ഈ 4 നില കയറുന്ന ആ സമയത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ ഒറ്റത്തവണ പോലും എനിക്ക് UGC നെറ്റ് ഞാൻ പാസ്സാകുമെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു അച്ഛനും കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ എല്ലാ ദിവസവും എന്നെ കളിയാക്കും. ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാ ദിവസവും എന്നെ കളിയാക്കും. എങ്കിലും ഞാൻ മനസ്സ് മടുത്തില്ല. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ സാറിനെ ഇങ്ങനെ പിടിച്ച് വെള്ളോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദർ ഇത് എത്രാമത്തെ തവണയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ 1 2 3 4. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്തവണ ഫാദറിന് നെറ്റ് കിട്ടും. അതോടെ ഞാൻ ആ പിടി വിട്ടു. മനസ്സിലായി? എൻ്റെ ഉദ്ദേശം സഫലമായി. മനസ്സിലായില്ലേ? ആ സാറാണ്, മനസ്സിലായോ? ഒരു വാക്കാണ് കിട്ടും. അത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. ഒരു വാക്കാണത്. മനസ്സിലായോ? ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക്. മനസ്സ് നിറഞ്ഞ പറഞ്ഞതാ, ഫാദറിന് കിട്ടും. പിന്നീടാണ് UGC നെറ്റ് കോച്ചിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത്, നല്ലതേ വരൂ. അത്തവണ UGC നെറ്റ് കിട്ടി. പിന്നെ ഞാൻ പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം നല്ലതാണ്. തൽക്കാലത്തേക്ക് പ്രയാസമുണ്ടെന്ന് തോന്നിയ സന്ദർഭങ്ങൾ പോലും കാലാന്തരത്തിൽ നന്മയായിട്ട് മാറി. വാക്കിന് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? വാക്കുകളെ ശ്രദ്ധിക്കണം. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയണം. അനുഗ്രഹം പറയണം. അതാണ് വിശ്വാസികളുടെ പ്രത്യേകത. 1 പത്രോസ് 3:9 തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. വായിക്കാമോ? 1 പത്രോസ് 3:9. 1 പത്രോസ് 3:9 വായിച്ചേ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ
അനുഗ്രഹിക്കണം. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കണ്ടോ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ പറയുകയാണ്, രണ്ടാമത്തെ വാക്യം പറയുകയാണ് അനുഗ്രഹം അവകാശമാക്കാൻ. 9-ന്റെ 2-ാം ഭാഗം പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ എന്ന് പറയാവോ? അനുഗ്രഹം എൻ്റെ അവകാശം പറ. 17 പേര് പറഞ്ഞു, ബാക്കിയുള്ളവരോട് പറയാവോ? അനുഗ്രഹം എൻ്റെ അവകാശം. ചതി പറഞ്ഞു, അനുഗ്രഹം എൻ്റെ അവകാശം. അപ്പോൾ പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പൊ അനുഗ്രഹം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അതാണ് തൊട്ടു മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ദ ജെന്റിൽ ആർട്ട് ഓഫ് ബ്ലെസ്സിങ് എന്നൊരു പുസ്തകമുണ്ട്. ദ ജെന്റിൽ ആർട്ട് ഓഫ് ബ്ലെസ്സിങ്. എല്ലാവരെയും അനുഗ്രഹിക്കുക, കാണുന്നവരെല്ലാം അനുഗ്രഹിക്കുക, എവിടെ പോയാലും ആരെ കണ്ടാലും അനുഗ്രഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതിങ്ങനെ ബൂമറാങ് പോലാണ്. നമ്മൾ ആരെ അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹം നമ്മിലേക്ക് തിരിച്ചു വരും. അങ്ങനെയാണത്. അനുഗ്രഹിക്കണം. അപ്പൊ എല്ലാവരെ കുറിച്ച് എന്ത് പറയണം? നല്ലത് പറയണം. നല്ലത് പറയണമെന്ന് പറഞ്ഞാൽ നന്നാവും, ശരിയാവും, രക്ഷപ്പെടും, മെച്ചപ്പെടും, വ്യത്യാസം വരും, ശരിയാവും, സുഖപ്പെടും, ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു പഠിച്ചേ. എന്തോ ഒരു പവറാണ് ആ വാക്കുകൾക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഇത് ഗുണപ്പെടാൻ സാധ്യതയില്ല, ഇതിൻ്റെ തലവട്ടം കണ്ടേ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല, ഇത് വന്നേ പിന്നെ ഒരു ഐശ്വര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ശീലിച്ചതിന് പകരം എന്ത് ചെയ്യണം? ശരിയാവും, നന്നാവും, രക്ഷപ്പെടും, മെച്ചപ്പെടും, സുഖപ്പെടും, ഐശ്വര്യം ഉണ്ടാവും, വ്യത്യാസം വരും, ദൈവം തരും, ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു പഠിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് വിശ്വാസികളുടെ വാക്കിന് ഒരു അഭിഷേകമുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ദൈവം തമ്പുരാനെ സ്വീകരിക്കുന്ന നാവാണിത്. ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്ന നാവാണിത്. ഈ നാവ് പിന്നെ എങ്ങനെയാണ് ഒരു ഗുണമില്ലാത്തതായിട്ട് മാറിയത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്നൊരു നാവാണിത്. ആ നാവ് കൊണ്ട് അനുഗ്രഹം പറഞ്ഞ് പഠിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. എനിക്ക് വളരെ കൗതുകകരമായൊരു അനുഭവം ഉണ്ടായി ഒരിക്കൽ. വളരെ ഞാൻ കുർബാനയിലേക്ക് വരാം കേട്ടോ, കുർബാനയിലേക്ക് വരാം. അപ്പോൾ വളരെ കൗതുകകരമായൊരു അനുഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു തിരുവനന്തപുരത്ത് MC റോഡിൻ്റെ സൈഡിലുള്ളൊരു പള്ളിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു കുഞ്ഞച്ഛനും കൂടെ ഉണ്ട്. അപ്പോൾ ആ അച്ഛൻ പട്ടം കെട്ടി കുറച്ച് 5-6 മാസമായതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ചെറിയൊരു മിഷൻ സ്റ്റേഷനാണ്. അപ്പോൾ പാവപ്പെട്ട കൂലിപ്പണിക്കാരായ ആളുകളാണ് അവിടെ ഉള്ളത്. അവരെല്ലാവരും പകൽ സമയത്ത് ജോലിക്ക് പോകും. പിന്നെ വികാരിയച്ഛന് ശരിക്കും പ്രാക്ടിക്കലി ജോലിയൊന്നുമില്ല, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ജോലി. കുറച്ച് ആളുകളെ ഉള്ളൂ, കുറേ മിഷൻ സ്റ്റേഷൻസ് ഉണ്ട്, എല്ലായിടത്തും ഞായറാഴ്ചയേ ഉള്ളൂ ജോലി. അപ്പോൾ പ്രായോഗികമായി പറഞ്ഞാൽ അച്ഛന്മാർ 2 പേരും ബാക്കി സമയത്തെല്ലാം ഫ്രീ ആണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വായിച്ചും എഴുതിയും പഠിച്ചുമൊക്കെ ഇരിക്കും. അച്ഛൻ ഒത്തിരിയും പഠിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളതുകൊണ്ട് അച്ഛൻ പഠിക്കാനൊന്നും അങ്ങോട്ട് മെനക്കെടുന്നില്ല. അപ്പോൾ അച്ഛന് ഭയങ്കര ബോറടി. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ചെയ്തോ, നല്ല കാര്യമല്ലേ, ഹരിത വിപ്ലവം ഉണ്ടാവട്ടെ. അപ്പോൾ അച്ഛൻ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൃഷി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പാത്ത വാത്ത എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അരയന്നം പോലെ ഇരിക്കുന്ന ഒരു കോഴിയുണ്ടല്ലോ, മനസ്സിലാവും, വലിയ മുട്ടയിടുന്നേ. അതിന് നിങ്ങളെന്താ പറയുന്നത്? പാത്ത, പേത്ത. നിങ്ങൾ എല്ലാത്തിനെയും വക്രീകരിച്ച് പറയുന്ന ആളുകളാണ്. പാത്ത, ഓക്കെ. പാത്ത വാത്ത ഓരോ സ്ഥലത്തും ഓരോന്നാണ് ഇതിന് പറയുന്നത്. മാക്രി എന്നൊന്നും പറയത്തില്ല. എന്താ പറയുക? മാക്രി അല്ല, പാത്ത. മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി. അരയന്നം പോലെ ഇരിക്കുന്നത്, സ്വാൻ പോലെ ഇരിക്കുന്ന സാധനം മോനെ പിടി കിട്ടിയോ? അത് തന്നെ. അപ്പം അച്ഛൻ മഠത്തിൽ കുർബാനയ്ക്ക് പോയ സമയത്ത് പ്രായമുള്ളൊരു സിസ്റ്ററുണ്ട്, ഞങ്ങൾ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അമ്മച്ചി സിസ്റ്റർ എന്നാ പറഞ്ഞെന്നറിയാം? അമ്മച്ചി സിസ്റ്ററിൻ്റെ മുറ്റത്തെല്ലാം ഈ കോഴിയാണ്, ഈ വലിയ സൈസുള്ള കോഴി. അപ്പോൾ ഇത് കണ്ടിട്ട് അച്ഛനൊരു ആകർഷണം. മാത്രമല്ല, കോഴി മാത്രമല്ല, എല്ലാ ദിവസവും ഈ സിസ്റ്റർ വലിയ ഓരോ മുട്ടയെടുത്ത് അച്ഛനെ കാണിക്കുകയും ചെയ്യും. അച്ഛനിത് കണ്ട് അച്ഛൻ്റെ ഹൃദയത്തിൽ ഈ പാത്തയോടും അതിടുന്ന മുട്ടയോടും അടക്കാനാവാത്തൊരു അഭിനിവേശം ഉണ്ടായി. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ അതിനെ വളർത്താൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ തന്നെ പട്ടിണിയാണ്, നമുക്ക് തന്നെ ഭക്ഷണം ഇല്ല ഇവിടെ. അപ്പോൾ ഇനി കോഴിയെ കൂടെ കൊണ്ടുവന്നിട്ട് മിണ്ടാപ്രാണികളുടെ പ്രാക്കെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമാണ്.
അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഭക്ഷണം കൊടുക്കാമെങ്കിൽ മാത്രമേ കൊണ്ടുവരാവൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും അച്ഛൻ നോക്കണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹമല്ലേ. അച്ഛൻ അങ്ങനെ പിറ്റേ ദിവസം അങ്ങോട്ട് ബൈക്കേൽ കുർബാനയ്ക്ക് പോയ അച്ഛൻ തിരിച്ച് ഓട്ടോറിക്ഷയ്ക്കാണ് വരുന്നത് 5-6 കോഴികളുമായിട്ട്. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിറങ്ങി കോഴിക്കൃഷി ആരംഭിച്ചു. അച്ഛനോടുള്ള വൈരാഗ്യം കൊണ്ടാണോ എന്നോടുള്ള പക കൊണ്ടാണോ എന്താണെന്നറിയാൻ പാടില്ല, മഠത്തിലെ കോഴികൾ എല്ലാ ദിവസവും മുട്ടയിടുന്നു. ഈ കോഴികൾ മുട്ടയിടുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ആലോചനയില്ലാതെ തിന്നു മുടിക്കുക മാത്രം ചെയ്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ഓരോ ദിവസവും മഠത്തിൽ ചെല്ലുമ്പോൾ സിസ്റ്ററാണെങ്കിൽ പ്രകോപിപ്പിക്കാൻ മിടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും സിസ്റ്റർ പല സൈസിലുള്ള മുട്ടകൾ കാണിച്ച് അച്ഛനെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ ഓരോ ദിവസവും വിഷമിച്ചാണ് തിരിച്ചു വരുന്നത്. ഒരു കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാർത്ഥനക്കാരാണെന്നല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ എൻ്റെ കോഴി മുട്ടയിടാനൊന്ന് പ്രാർത്ഥിക്കുകയും ചോദിച്ചു. ഞാൻ പറഞ്ഞ റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ സമയമില്ല, അന്നേരമാണ് നിൻ്റെ പന്നക്കോഴി. മാത്രമല്ല, എനിക്ക് അതിനോട് വൈരാഗ്യമാണ്. കാരണം എന്തെന്നറിയോ? 2 കാരണങ്ങൾ. ഒന്ന്, ഇത് ഭയങ്കര ഒച്ചയാണ് ഇതിന്. നമുക്ക് മാനമര്യാദയായിട്ട് എന്തെങ്കിലും വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റില്ല, ഭയങ്കര ശബ്ദമാണിത്. രണ്ടാമത്തേത്, ഇങ്ങേര് പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അത് എന്നെ എവിടെ വെച്ച് കണ്ടാലും കൊത്താനായിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് അതിനോടും അതിനെ വളർത്തുന്ന ആളോടും അല്പം ഇഷ്ടക്കേടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചുമ്മാ പ്രാർത്ഥനയൊന്നും വേസ്റ്റാക്കാനില്ല, ഈ കോഴിക്ക് വേണ്ടിയൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് അത് വിഷമമെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ രൂപതയിൽ ഒരു പാവപ്പെട്ട അച്ഛൻ, പ്രായമുള്ള അച്ഛനാണ്, പാവപ്പെട്ട അച്ഛൻ പോയ വഴിക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ പള്ളി കയറി. അപ്പം അങ്ങനെ അച്ഛൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഈ കോഴികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഒരാളെ പോലെയാണ്. എല്ലാം അറിയാം, ഇതിൻ്റെ ഇനം, തരം, വലിപ്പം, ജാതി, മതം എല്ലാം അച്ഛനറിയാം. അപ്പം അച്ഛൻ അങ്ങനെ ഇവർ 2 പേരും കൂടെ ഈ ഒരേ തൂവൽ പക്ഷികളെ പോലെ 2 പേരും ഈ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ജനലിൻ്റെ സൈഡിൽ കസേരയിട്ട് അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കാണുകയും കേൾക്കുകയും ചെയ്യാം, ഇവർ വർത്തമാനം പറയുന്നു. അപ്പം അച്ഛൻ വളരെ അത്ഭുതത്തോട് ചോദിച്ചു, മുട്ടയിടുന്നുണ്ടല്ലേ? ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ വളരെ സങ്കടത്തോടെ കൊച്ചച്ഛൻ പറഞ്ഞു, ഇല്ല അച്ഛാ, മുട്ടയിടുന്നില്ല. അപ്പം അച്ഛൻ അത്ഭുതത്തോടെ, മുട്ടയിടുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല. ആഹാ. അപ്പോൾ ഇനി എന്ത് ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ്, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ കാത് കുറിപ്പിച്ചിരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് കൊച്ചച്ഛനോട്, അരി ഇരിപ്പുണ്ടോ ചോദിച്ചു. അരി. അപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, ഉണ്ട്, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വാതിൽ കടന്നു വേണം അടുക്കളയിലോട്ട് പോകാൻ. എന്നെ വളരെ പുച്ഛത്തോടെ നോക്കിയിട്ട് ഈ കൊച്ചച്ഛൻ അരി എടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അരി എടുത്തിട്ട് തിരിച്ചു വന്ന് ഈ വല്യച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അച്ഛൻ ഇങ്ങോട്ട് നോക്കിയോണേ. അച്ഛനിത് ഇങ്ങനെ എടുത്തിട്ട്, കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഈ കോഴിക്കിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, വ്യാഴാഴ്ച മുട്ടയിട്ടോണോ നോക്കണം. മാക്കെന്ന് 2 അലപ്പ് അലച്ചിട്ട് അത് പോയി. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് വല്യച്ഛനുള്ളതുകൊണ്ട് ചിരിക്കാനും വയ്യ, കൊച്ചച്ഛൻ്റെ മുമ്പിൽ എനിക്ക് ചിരിക്കുകയും വേണം. അപ്പം ഞാൻ വല്യച്ഛൻ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കൊച്ചച്ഛൻ എൻ്റെ അടുത്ത് വളരെ വളരെ പുച്ഛത്തോടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കോഴിയെ മുട്ടയിടിപ്പിക്കാൻ അറിയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പിൻ്റെ ഉദ്ദേശം, അർത്ഥം. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വ്യാഴാഴ്ച ഒരു 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാൻ 3 ക്യാൻസൽ ചെയ്യുകയാണ്, കാരണം മുട്ട തിന്നാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ പുള്ളിക്ക് പരിഹസിക്കാമെന്ന് മനസ്സിലായി. ദേഷ്യം കൂടി. എൻ്റെ ചിന്ത മുഴുവൻ എന്താണ്, ഇവിടെ മനുഷ്യരോട് പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല, പിന്നല്ലേ ഈ കോഴി. വ്യാഴാഴ്ച രാവിലെ, ഞാൻ മറന്നുപോയി, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച രാവിലെ എൻ്റെ മുറിയുടെ വാതിക്കൽ ഈ പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കാം. ഞാൻ പറഞ്ഞു, എന്താ പരിപാടി, എന്ത് പറ്റി? മനസ്സിലായി? അതായത് വലിയൊരു മുട്ട. എൻ്റെ മാനാഭിമാനങ്ങൾ മുഴുവൻ താഴെ വീണ് തകർന്നൊരു ദിവസമാണത്. വല്യച്ഛൻ പറഞ്ഞ പ്രകാരം വ്യാഴാഴ്ച രാവിലെ കൃത്യമായിട്ട് ഈ കോഴി മുട്ടയിട്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി,
അഭിഷേകമുള്ളൊരു നാവ് കൊണ്ട് പറഞ്ഞാൽ മനുഷ്യനല്ല കോഴി വരെ അനുസരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ജെറമിയ 15:19 കർത്താവ് പറയുകയാണ്. ജെറമിയ 15:19 വായിക്കാമോ? വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്ന് എൻ്റെ സന്നിധിയിൽ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. പറഞ്ഞേ ഹല്ലേലൂയാ. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. 34-ാം സങ്കീർത്തനം 12-13. 34-ാം സങ്കീർത്തനം 12-13 വായിക്കാമോ? സങ്കീർത്തനം 34 വാക്യം 12-13. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളണം. കണ്ടോ? വായിച്ചൊന്നൂടെ. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതം ആഗ്രഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പ്രഭാഷകൻ 28:13 അത് പറഞ്ഞിട്ട് നിർത്താം. പ്രഭാഷകൻ 28:13 പ്രഭാഷകൻ 28:13 വായിക്കാമോ? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. മതി. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. അതായത് നമ്മൾ അറിയാതെ ശാപം വിളിച്ചു വരുത്തുന്ന ഒരു മേഖലയാണ് ഈ ആവശ്യമില്ലാതെ കുറ്റം പറച്ചിൽ, പരദൂഷണം, അപവാദം. ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോരുത്തരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ ശാപം വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ്. അതാണ് പറയുന്നത്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. ഒരു വചനം കൂടെ വായിച്ചു. യെശയ്യാ 28:22. യെശയ്യാ 28:22. യെശയ്യാ 28:22 വായിച്ചേ. അതിനാൽ വായിക്കേ. യെശയ്യാ 28:22. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാവും. മനസ്സിലായോ? അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാവും. നമുക്കുള്ള കെട്ട് തന്നെ മുറുകും നിന്ദിച്ചാൽ. നാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം എല്ലാം ഒറ്റ വാക്യം തുടങ്ങിയാണ്. എന്താണെന്നറിയാം? നിങ്ങൾക്ക് സന്തോഷമാണോ? ഞങ്ങൾക്ക് അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. പോട്ടെ, നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയണ്ട. അപ്പോൾ ഏതായാലും ഇത് നല്ല കാര്യങ്ങൾ, കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല കാര്യങ്ങൾ പറയണം. നല്ലത് പറഞ്ഞാൽ നല്ലത് സംഭവിക്കും. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിയമമാണത്. നല്ലത് പറഞ്ഞാൽ നല്ലത് സംഭവിക്കും. എപ്പോഴും ഇങ്ങനെ വിഷാദപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും തകർക്കുന്നതും മോശപ്പെട്ടവരായി ചിത്രീകരിക്കുന്നതുമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം പോവും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ആരുടെയെങ്കിലും കാര്യം, ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോഴാണെങ്കിൽ പോലും ചിലരുടെ കാര്യം ഒരു കുറ്റം പോലെ പറഞ്ഞാൽ ആ സമയത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കട്ടാവുന്നത് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതായത് ആ സമയത്ത് ഇപ്പം ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയാണ്, ആരോടെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു കുറ്റം, ആരുടെയെങ്കിലും ഒരു കുറ്റമാണ് അതിനകത്ത് വരുന്നതെങ്കിൽ ആ സമയത്ത് ഈ ഗ്രേസ് കട്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവിടെ കട്ടാവും, പെട്ടെന്ന് അങ്ങ് കട്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. ഭയങ്കര ഗൗരവമായൊരു തിന്മയാണത്. നാവിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാവിനെ. അപ്പോൾ അതാണ്. ഒന്ന് കണ്ണടയ്ക്കാവോ?
കണ്ണടച്ച് കർത്താവെ, ഞങ്ങൾ ജീവൻ്റെ വചനങ്ങളെ ധ്യാനിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ആഗ്രഹിച്ചെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. വിട്ടുകൊടുത്തെന്ന് സ്തുതിച്ച് യേശുവേ. മഹത്വം, ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശു നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നമ്മൾ വേദപുസ്തകത്തിൽ പഴയ നിയമം മുതൽ ഉൽപ്പത്തി മുതൽ ഈ വിശുദ്ധ കുർബാനയുടെ ചില നിഴലുകളായി പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. ഞാൻ ഇന്നലെ ജീവൻ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഈശോ കുർബാന സ്ഥാപിച്ചതിൻ്റെ യോഹന്നാൻ 13 വിശദീകരിച്ചു. ഇനി നമ്മൾ അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറേ പല പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഡയമെൻഷൻസിൽ നിന്ന്, പല ദിശകളിൽ നിന്ന് നമ്മൾ കുർബാനയൊന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. ആദവും ഹവ്വയും പാപം ചെയ്തതിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ ദൈവം ചെയ്യുന്നൊരു കാര്യം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 20ഉം 21ഉം വായിക്കാം. ആദം ഭാര്യയെ, ഉച്ചത്തിൽ വായിച്ചേ, ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. മതി. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പൗരസ്ത്യ പിതാക്കന്മാർ പറയാറുണ്ട്, തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി. അപ്പം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊരു മൃഗത്തിൻ്റെ തോലാണ്, അതൊരാടിൻ്റെ തോലാണ്. അത് കാൽവരിയിൽ മനുഷ്യഭാവത്തിന് വേണ്ടി കൊല്ലപ്പെടാനിരിക്കുന്ന കുഞ്ഞാടിൻ്റെ നിഴലായിരുന്നു എന്ന വ്യാഖ്യാനമുണ്ട്. അതായത് മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കാൻ ദൈവം ഒരാടിനെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ഒരു ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ഇതാണ് ബൈബിളിൽ കാണുന്ന ആദ്യത്തെ ബലിയുടെ സൂചന എന്ന തരത്തിൽ പിതാക്കന്മാർ പ്രാർത്ഥനാ ഗീതങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനൊന്ന് പരാമർശിച്ച് പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഏദൻ തോട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ബലി ആരംഭിക്കുന്നത്. ബലി തുടങ്ങുന്നത് ദൈവമാണ്. ബലിയർപ്പണത്തിൻ്റെ രീതികൾ തുടങ്ങിത്തന്നത് ദൈവമാണ്. അപ്പം അതുകൊണ്ട് ബലി, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവികമായ സങ്കല്പമായിരുന്നു ബലിയർപ്പണം. ഇനി അവിടുന്ന് അധികം വിശദീകരണങ്ങളില്ലാതെ മുന്നോട്ട് പോവാണ്. രണ്ടാമതായിട്ട് നമ്മൾ ബലിയുടെ ഒരു സൂചന കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആദം തൻ്റെ ഭാര്യയായ ഹവ്വയോട് ചേർന്നു, അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. അവർക്ക് വായിക്കാമോ? ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. നമ്മൾ ഈ കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാത്തതിൻ്റെ കാരണമായി പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്, കായേൻ എന്തോ പന്ന കായ്കളും പന്നൽ എടുക്കാൻ കൊള്ളാത്തതും തിന്നാൻ കൊള്ളാത്തതും കാണാൻ കൊള്ളാത്തതും വൃത്തിയില്ലാത്തതും മുരടിച്ചു പോയതുമായ കുറേ സാധനമൊക്കെ എടുത്ത് കൊണ്ടുപോയി കാഴ്ച വെച്ചുകൊണ്ടാണ് ദൈവം കായേൻ്റെ ബലി സ്വീകരിക്കാത്തത് എന്ന തരത്തിലൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. അതല്ല അതിൻ്റെ വാസ്തവം. എന്തുകൊണ്ടാണ് കായേൻ്റെ ബലി തിരസ്കരിച്ചത് എന്നതിൻ്റെ ഉത്തരം ആ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. ഒന്നുകൂടെ ഒന്ന് വായിക്കാതെ, അതായത് 4-ാമത്തെ വാക്യം, 4-ാം അധ്യായം 4-ാം വാക്യം മനസ്സ് വെച്ച് വായിക്കുക. വായിച്ചേ. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന്. അതായത്
കാഴ്ച വെച്ച വസ്തുവിലല്ല, കാഴ്ച കൊടുത്ത വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ ശ്രദ്ധ. ആബേലിൽ പ്രസാദിച്ചതുകൊണ്ട് ആബേലിൻ്റെ കാഴ്ചയിലും പ്രസാദിച്ചു. കായേനിൽ പ്രസാദിച്ചതുകൊണ്ട് പ്രസാദിക്കാത്തത് കൊണ്ട് കായേൻ്റെ കാഴ്ച വസ്തുക്കളിൽ പ്രസാദിച്ചില്ല. അതായത് നമ്മൾ എന്ത് കാഴ്ചവെക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അതായത് അയോഗ്യതയോടെ അല്ലെ പാപത്തോടെ തിന്മയോടെ അർപ്പിക്കപ്പെടുന്ന ബലികളുടെ അയോഗ്യതകളെക്കുറിച്ചാണ്. അത് സ്വീകരിക്കാതെ പോകുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം എടുക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം. 15-ാം അധ്യായത്തിൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 15:8. സുഭാഷിതങ്ങൾ 15:8 വായിക്കാമോ? ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. കണ്ടോ, ഇതിൻ്റെ വ്യാഖ്യാനമാണിത്. കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ആ വ്യക്തിയിൽ പ്രസാദിക്കാത്തത് കൊണ്ട് അവൻ കാഴ്ചവെച്ചതിലും പ്രസാദിച്ചില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എന്തോ പോരായ്മ, അത് പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. പാപം നിന്റെ വാതുക്കൽ പതിയിരിപ്പുണ്ട്, നിന്റെ ഹൃദയം കോപം കൊണ്ട് കലുഷിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ നിന്റെ സഹോദരനെതിരെ കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ദൈവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് അതിൻ്റെ വ്യംഗ്യം. അപ്പോൾ വായിക്കാം 15 സുഭാഷിതങ്ങൾ 15:8. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഇനി 21 സുഭാഷിതം 21 എടുക്കാം. സുഭാഷിതം 21:27. സുഭാഷിതം 21:27 വായിച്ചേ. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. എന്നോട് വായിക്കാം. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായം എടുക്കാം. പ്രഭാഷകൻ 34-ാമത്തെ അധ്യായം. പ്രഭാഷകൻ 34-ലും സമാനമായ കാര്യം കാണാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 34 അതിൻ്റെ 23 വായിച്ചേ, അല്ലെങ്കിൽ 22 മുതൽ വായിച്ചേ. പ്രഭാഷകൻ 34:22 വായിച്ചേ. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? നിയമം തെറ്റിക്കുന്നവൻ്റെ, ദൈവിക നിയമങ്ങളോട് അനാദരവ് കാണിക്കുന്നവൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ഇതിപ്പോൾ ആരാണേലും സ്വീകാര്യമല്ല, ആരർപ്പിച്ചാലും സ്വീകാര്യമല്ല. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. 23 ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ അന്യായ സമ്പത്ത്, അന്യായ പലിശ, കൊള്ളപ്പലിശ, കാർക്കശ്യം, അഹങ്കാരം, കൊള്ള, അഴിമതി, കൈക്കൂലി, ജഡത്തിൻ്റെ പാപങ്ങൾ, മദ്യപാനം, വെറുക്കൂത്തുകൾ, ഇനി ഇതെല്ലാം ചെയ്തിട്ട് ബലിയർപ്പിക്കുമ്പോൾ അത് ദൈവം സ്വീകരിക്കും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. പറയുകയാണ്, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യുന്നില്ല. ഇനി 35:1 വായിക്കാം. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. അടുത്ത വാക്യം 5-ാമത്തെ വാക്യം. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അടുത്തത് അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. ഇനി വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. വെറും കൈയോടെ സമീപിക്കരുതെന്ന് പറഞ്ഞാൽ, അതായത് വെറും കൈയോടെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ബലിയെ സമീപിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരുക്കമുള്ളൊരു ഹൃദയമാണ്. അതുകൊണ്ടാണ് കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ച് കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിക്കണം, യോഗ്യതയോടെ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. ഇനി 9-ാമത്തെ വാക്യം. നീതിമാന്റെ ബലി
സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ്ലീഹ വളരെ ഗൗരവതരമായ ഒരു താക്കീത് തരുന്നുണ്ട്. എടുക്കാം. 1 കൊരിന്തോസ് 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്തോസ് 11 അധ്യായം 23 മുതൽ ഉറക്കെ വായിക്കാം. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ച് കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 27 തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ, അതായത് വൈരാഗ്യവും വെറുപ്പും പകയും കോപവും ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് കുർബാന അർപ്പിക്കുകയാണ്. അങ്ങനെ കുർബാന അർപ്പിക്കുന്നതിനകത്ത് എന്താ കാര്യം? പറഞ്ഞേ ഹല്ലേലൂയാ. ബലി അർപ്പിക്കാനുള്ള യോഗ്യതകൾ പ്രതിപാദിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നമ്മളോട് പറഞ്ഞ എന്താണ്? നീ ബലി അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുവോട് വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് ബലി അർപ്പിക്കുക. വൈരാഗ്യത്തോടെ അർപ്പിക്കുന്ന ബലി, കാതുള്ളവൻ കേട്ടോ, വൈരാഗ്യത്തോടെ അർപ്പിക്കുന്ന ബലി സാത്താനാണ് പോകുന്നത്, ഈശോയ്ക്കല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. വെറുപ്പിന്റെ ബലികൾ അവസാനിക്കുന്നത് സാത്താന്റെ കൂടാരങ്ങളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് 10, 30, 35 കൊല്ലമായിട്ട് വൈരാഗ്യം, പിണക്കം, പക, ക്ഷമിക്കത്തില്ല, മിണ്ടത്തില്ല, എല്ലാ ദിവസവും ഒന്ന് കുർബാന സ്വീകരിക്കുകയാണ്. ആ ആരാധന ആർക്കാ പോണേ? അത് പിശാചനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ക്ഷമിക്കാൻ തയ്യാറല്ല, താഴാൻ തയ്യാറല്ല, തോൽക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല, മിണ്ടാൻ തയ്യാറല്ല. ഭക്തരാണ്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. പറഞ്ഞേ ഹല്ലേലൂയാ. വൈരാഗ്യം, വെറുപ്പ്, പക, കോപം, കലഹം, വഴക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, അയോഗ്യതയോടെ ആരെങ്കിലും കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. മനസ്സിലാക്കിയിരിക്കണം. അതായത് ഞാൻ ഈ ഭാഗത്ത് നിങ്ങൾ തിരിച്ചു വരണം. നമുക്ക് ജെറമിയ 7 എടുക്ക്. ഒരു ആത്മാവ് ഒരു വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അത് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ജെറമിയ 7. ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് ജെറമിയ ഒരിക്കലൊരു പ്രസംഗം നടത്തി. ദേവാലയത്തിൻ്റെ വാതിക്കൽ നിന്ന് ഭയങ്കര പ്രസംഗമായിരുന്നത്, ഭയങ്കര പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പള്ളി പൊളിഞ്ഞു വീണു. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പ്രസംഗം നടത്തി 40 കൊല്ലം കഴിയുമ്പോൾ ഈ ദേവാലയം അഗ്നിക്കരയായി. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വായിച്ചോ, ഭയങ്കര പ്രസംഗമാണത്. ജെറമിയ 7 വായിച്ചേ. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക, കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവർത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്കുകൾ പറഞ്ഞ് നമുക്ക് ഗമ കാണിച്ച് നടക്കാം, അതിനകത്തൊന്നും ഒരു കഥയുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് വെറുതെ ഇങ്ങനെ കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, എൻ്റെ പള്ളി, അത് എൻ്റെ സഭ, അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണം ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വാചകം അടിച്ച് നടക്കാം. അതിനകത്തൊന്നും ഒരു കഥയുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. വാക്കുകളിലല്ല കാര്യം. പറയാണ് കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. 5-ാമത്തെ വാക്യം, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായി നീതി പുലർത്തിയാൽ, പരദേശിയും അനാഥനെയും വിധവയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഇനി കട്ടി കൂടിയ വാക്കുകളാണ്, ഉറക്കെ വായിക്കാം. ഇതാ
പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷ്യം പറയുകയും ബാലിന് ധൂപം അർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ പള്ളിക്കകത്ത് എൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഇതെല്ലാം ചെയ്തിട്ട് ദേവാലയത്തിനകത്ത് വന്ന് നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം നിർബാധം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയായി മാറിയോ? പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അതുകൊണ്ട് അങ്ങനെയൊന്നും വെറുതെ ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയുകയാണ്, എന്താണ് ഈ പള്ളി വന്നു, കുർബാനയ്ക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി മാറുന്നില്ല. എങ്ങനെ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കായേനിലും അവൻ്റെ ബലിയിലും. മനസ്സിലായോ? എങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കായേനിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല, ആബേലിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചു. ഇനി 1 കൊരിന്തോസ് 11 തിരിച്ചു വരാം. 11:27. 1 കൊരിന്തോസ് 11:27. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ. ഏത് ശരീരത്തെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ ഏത് ശരീരത്തെ? ഇത് നമ്മുടെ കർത്താവിൻ്റെ ശരീരമാണ് എന്ന് ചിന്തിക്കാതെ, ഇതിങ്ങനെ ഒരു പ്രസാദം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് എന്ന് വിചാരിച്ച് ഇത് കർത്താവിൻ്റെ ശരീരമാണ് എന്ന് വിവേചിച്ചറിയാതെ, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ അതാണ് നമ്മൾ ഈ കായേൻ്റെ ബലി സ്വീകരിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് അവിടുത്തെ ആശയം. നമ്മൾ നല്ല ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ ബലി അർപ്പിക്കണം, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ പരിശുദ്ധ കുർബാനയോട് അടുപ്പിച്ചതും കുർബാനയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചതും മുഴുവൻ ഈ പ്രായോഗികമായ ജീവിത സാഹചര്യങ്ങളിൽ കുർബാന എങ്ങനെ ഫലപ്രദമായി മാറുന്നു എന്ന് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ്. അതായത് ഈ വളരെ 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 കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഇടയിൽ ചെന്ന് ജീവിച്ച കാലത്താണ് പഠിച്ച പാഠങ്ങളും തലേ കിടക്കുന്ന ആശയങ്ങൾക്കും വായിച്ച പുസ്തകങ്ങൾക്കും അറിവിൻ്റെ അക്ഷരക്കൂട്ടങ്ങൾക്കും ഒന്നും ഈ മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ പറ്റില്ലെന്നും അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ ദൈവം ഇറങ്ങി വരണമെന്നൊക്കെ മനസ്സിലായ ഒരു കാലമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന മാത്രമാണ് ഒരു മനുഷ്യനെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട അനേക അനുഭവങ്ങളുണ്ട്. എല്ലാം പറയാൻ നേരമില്ല. ഒരു സംഭവം മനസ്സിലേക്ക് വരുന്ന ഞാൻ പറയാം. അതായത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം രോഗിയായി തീർന്നു. ഒരു കഷ്ടിച്ചൊരു 58 വയസ്സൊക്കെ 59 വയസ്സൊക്കെ ആ സമയത്ത് കാണും, ഞാൻ ഈ സംഭവം പറയുന്ന സമയത്ത്. പക്ഷെ അദ്ദേഹം ഒരു വൃദ്ധനെ പോലാണ് കാണപ്പെട്ടത്. അദ്ദേഹം ഒരു മാരക രോഗിയായിരുന്നു. കേരളത്തിലെ ഒരു 4-5 ആശുപത്രികൾ അദ്ദേഹത്തെ ഇനി ഒന്നും ചികിത്സിക്കാനില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ഒരു മനുഷ്യൻ. സാധുവായിരുന്നു. സാധു എന്ന് ഞാൻ പറയുമ്പോൾ വികാരിച്ചന്മാർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ പള്ളിയിലും അച്ഛന്മാരോട് ഭയങ്കര കരുതലും സ്നേഹവും ഒത്തിരി ഹൃദയാടുപ്പമുള്ള മനുഷ്യരുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ചില ആളുകൾ അത് കൂടുതൽ ചിലപ്പോൾ പ്രകടിപ്പിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, അദ്ദേഹം രോഗിയായിരുന്നു. ഞാൻ താമസിക്കുന്ന പള്ളിമുറി ഒരു സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ വരണം, താഴോട്ട് വരണം. അപ്പോൾ ഒരു രോഗിയായ മനുഷ്യൻ ഇറങ്ങി വരികയൊക്കെ പ്രയാസമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ വളരെ ആയാസപ്പെട്ട് ഈ പടിയൊക്കെ ഇറങ്ങി വന്ന് ഞാൻ എന്നാ ചേട്ടാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയും, അച്ഛൻ വല്ലതും കഴിച്ചോ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ, അച്ഛന് പൈസ വല്ലതും വേണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പാവം വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ചോദിക്കാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ, എനിക്ക് ഭക്ഷണമുണ്ട്, എനിക്ക് പൈസയുണ്ട്, അപ്പച്ചൻ പൊക്കോ. എന്നാലും പിറ്റേ ദിവസവും വരും. ഈ വയ്യാത്ത മനുഷ്യൻ വന്നിട്ട് പിന്നെയും ചോദിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളിൽ പ്രത്യേകം ഒരു കരുതൽ കാണിക്കുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ നിലയിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അടുപ്പം വരും. അപ്പം ഞാൻ ഇന്ന് ഈ മനുഷ്യൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഓർക്കും.
ഈ മനുഷ്യനൊരു മാറ്റം വരുന്നില്ലല്ലോ ദൈവമേ, രോഗമൊന്നും മാറുന്നില്ലല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്, എങ്കിലും ഈ കുടുംബത്തിൽ ശരിക്കും ഇരുട്ടാണ്, ഇരുട്ട്, ഒരു പുരോഗതിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും രോഗിയാണ്, അതുപോലെ തന്നെ മകന് ജോലിയൊന്നുമില്ല, മരുമകൾക്ക് ചെറിയ ഒരു നഴ്സറി സ്കൂളിലോ വല്ലൊരു ജോലിയുണ്ട്, കുറച്ച് പെൻഷനൊക്കെ കിട്ടും. വീടിനകത്ത് മുഴുവൻ ഇരുട്ടാണ്. ഇരുട്ടാന്ന് ഞാൻ പറയുമ്പോൾ ലൈറ്റ് ഇല്ലെന്നല്ല, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രകാശമില്ല. പിന്നെ ഈ മനുഷ്യൻ്റെ തുടർച്ചയായി ആവർത്തിക്കപ്പെട്ട രോഗപീഠകളും മരുന്ന് ഫലിക്കാതെ വന്ന സാഹചര്യങ്ങൾ. ഒടുവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഏറ്റവും പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങളിലൂടെ ജീവിക്കുമായിരിക്കും, തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത്, അച്ഛനൊന്ന് വരുമോ, കുർബാന കൊടുക്കാൻ വരുമോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല അച്ഛാ വരണ്ട, ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഞാനും ഈ പോൾസൻ ചേട്ടനും കൂടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് രാത്രിയിൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ അദ്ദേഹം വയ്യാതെ കിടക്കുകയല്ലേ, അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ വീട്ടിലെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ മരണ വീട്ടിലൊക്കെ കെട്ടുന്ന പോലെ ടാർപോളിൻ ഷീറ്റൊക്കെ കെട്ടി മരണവും കാത്തിരിക്കുകയാണ് വീട്ടുകാർ. എന്ന് പറഞ്ഞാൽ അത്രയും അവരുടെ പ്രതീക്ഷയെല്ലാം പോയി. ഇനിയിപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും. അനങ്ങാൻ പറ്റാതെ ഈ മനുഷ്യൻ കട്ടിലെ കിടക്കാണ്. എഴുന്നേപ്പിച്ചിരുത്തി ആരെങ്കിലും പിടിച്ചാലിരിക്കും, അതാണ് അവസ്ഥ. അപ്പം ഞാൻ ആ മുറിയിലിരുന്ന് ഈ സഹോദരനോട് സംസാരിച്ചു. തിരിച്ചൊന്നും അദ്ദേഹത്തിന് ഒത്തിരി ഒന്നും പറയാൻ പറ്റില്ല, വിക്കിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചില ആത്മീയ പ്രേരണകൾ വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ അപ്പച്ചനവിടെ കിടക്കുന്ന ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി മകനെയും മരുമകളെയും വിളിച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഈ കുടുംബത്തിനൊരു ഐശ്വര്യമോ പുരോഗതിയോ ഉണ്ടാവുന്നില്ല. ഞാൻ ദൈവമക്കൾ, നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നൊരു മേഖല ഞാൻ പറയുകയാണ്. അതായത് ജീവൻ പോകേണ്ടി വന്നാലും ഈ മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ അന്യദൈവ ആരാധനയ്ക്കോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൈശാചിക പൂജകൾക്കോ ജീവൻ പോകേണ്ടി വന്നാലും പോകരുത്. എന്തെന്നറിയാമോ? ഇതിങ്ങനെ തലമുറകളിലേക്ക് കെട്ടായിട്ട് കിടക്കും. ഇതൊക്കെ യേശുക്രിസ്തുവിൽ നമ്മൾ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് വരെ ഇതെല്ലാം ഒരു ബന്ധനമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം, ഒത്തിരി ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെയുള്ള ബിസിനസ്സുകാരെല്ലാം തകർന്നടിഞ്ഞ് തിരുവനന്തപുരത്ത് ധ്യാനകേന്ദ്രത്തിൽ വന്ന് കരഞ്ഞോണ്ടിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറയുന്നത് ശരിയാണ്, ഈ 1-ാം പ്രമാണ ലംഘനമാണ് ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത്, കച്ചവടം നേരെയാവാൻ വേണ്ടി, ബിസിനസ് നേരെയാവാൻ വേണ്ടി. അതായത് മനസ്സിലായോ, എല്ലാം പള്ളിയിലൊക്കെ വരുന്ന ഭക്തരാണ്. എനിക്ക് ഒരു മനുഷ്യന് പിന്നെ കടമറ്റത്ത് സേവ ആ ഭാഗത്തൊക്കെയുള്ള ഒരു ആള് എന്നോട് വന്നിട്ട് അവിടെ ഇങ്ങനെ പൂജയ്ക്ക് വരുന്ന പ്രഗത്ഭരായ ക്രിസ്ത്യാനികളുടെ കത്തോലിക്കരുടെ പേരും ഫോൺ നമ്പറും എന്നെ കാണിച്ചു തന്നു. ഇവരൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഞെട്ടിപ്പോവും. പറഞ്ഞ ഹല്ലേലൂയാ, നമ്മൾ ഞെട്ടിപ്പോ. അക്ഷരാർത്ഥത്തിൽ ഈ വലിയ യൂട്യൂബിലൊക്കെ കത്തോലിക്ക സഭയുടെ വലിയ ആളുകളായിട്ട് പ്രസംഗിക്കുന്ന ചില ആളുകൾ എനിക്ക് നേരിട്ടറിയാം കടുത്ത മന്ത്രവാദത്തിന് പോകുന്ന ആളുകളാണ്. എനിക്ക് നേരിട്ടറിയാം, വചനവേദിയിൽ നിന്നാണ് ഞാനീ പറയണേ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അത്ഭുതം തോന്നും, ഇതെങ്ങനെ പറ്റുന്നേ? ഒരു വശത്ത് പള്ളി, സഭ, അത് സഭയിലെ ആ സ്ഥാനം, ഈ സ്ഥാനം. സന്ധ്യ വൈകിക്കഴിഞ്ഞാൽ മന്ത്രവാദിയുടെ വീട്ടിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഈ കുടുംബ ശിഥിലമാവും എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ടാന്ന് വളരെ എളിമയോടെ ഞാൻ പറയുകയാണ്. കർത്താവിനെ വിട്ട് ഒരു വഴിക്കും പോകരുത്. അതിന് കട മെച്ചപ്പെടാനോ ബിസിനസ് മെച്ചപ്പെടാനോ വ്യാപാരം മെച്ചപ്പെടാനോ ഈശോയെ വിട്ട് ഒരു വഴിക്ക് പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. പോട്ടെ. ഏതായാലും ഞാനിങ്ങനെ എനിക്ക് ഉണ്ടായ ഒരു ആത്മീയ പ്രേരണയുടെ വെളിച്ചത്തിൽ ഞാൻ ഈ മകനോടും മരുമകളോടും പറഞ്ഞു, ഇതെന്താ ഇത് രക്ഷപ്പെടാത്തെ, തുറന്നു പറ. അപ്പം ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കുടുംബം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ അപ്പനൊരു പാവമാണ്, സ്നേഹമുള്ള ആളാണ്. അച്ഛനറിയാമല്ലോ, അച്ഛനോടൊക്കെ എന്നെ സ്നേഹമാണ്. പക്ഷേ അപ്പൻ 2 വള്ളത്തെ കാല് വെക്കുന്ന ആളാണ്. അപ്പം പള്ളിയിലെല്ലാം വരും, ഇതെല്ലാം ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നേരെ മന്ത്രവാദത്തിന്. എൻ്റെ അച്ഛാ എന്നിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് ആ മുറിയിലെല്ലാം കൂടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. എന്നിട്ട് ഞാൻ ഈ മനുഷ്യൻ്റെ മുറിയിലേക്ക് തിരിച്ചു ചെന്നു. ബ്രദറിനോട് പുറത്തോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ മനസ്സിൽ എനിക്ക് അറിയാമായിരുന്നു, ഇപ്പം എനിക്ക് വ്യക്തതയായി. ഇനിയിപ്പോൾ ഞാൻ ഉള്ളത് അങ്ങോട്ട് തുറന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ എന്തിനാ പോയേ? അതുകൊണ്ട് എന്താ ഉണ്ടായേ? നല്ല രീതിയിൽ ഗവൺമെൻറ് സർവീസിൽ റിട്ടയർ ചെയ്തിട്ട് മനുഷ്യൻ്റെ വീട് കിടക്കേണ്ട അവസ്ഥയിലാണ് ഈ വീട് കിടക്കുന്നത്. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു എഴുന്നേപ്പുണ്ടോ?
ഒരു സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് സമാധാനത്തോടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് എന്തായാലും മരിക്കാൻ കിടക്കുകയല്ലേ, ആത്മാവെങ്കിലും രക്ഷപ്പെടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് അനുതപിച്ച് മാപ്പ് ചോദിക്കും. ഇപ്പം മാപ്പ് ചോദിക്കും. പാവം അവിടെ കിടന്ന് അലറി കരയാൻ തുടങ്ങി. നിസ്സഹായ അവസ്ഥയുടെ മൂർധന്യാവസ്ഥയിലാണ്, നിസ്സഹായതയുടെ മൂർധന്യാവസ്ഥയിലാണ്. ആ മനുഷ്യന് ഇനി ഒന്നും ചെയ്യാനില്ല. ആ പാവം അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പറയൊന്നും വേണ്ട, ഞാൻ പാവമോചനം തരാം. അനുദപിക്കുന്നുണ്ടല്ലോ അല്ലേ, വാവിട്ട് കരയാണ്. അപ്പം ഞാൻ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ വാവൊത്തി. ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ അതേ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നാതെ മരിക്കാൻ കിടക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, ഇനി ഒന്നും പറയണ്ട, പാവമോചനം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ രാത്രിയിൽ 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ ചെയ്യേണ്ടതെന്ന്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ കുറച്ചു നേരം ഈശോയുടെ അടുത്തിരുന്നിട്ട് കർത്താവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. ആരാധന എഴുന്നള്ളിച്ച് വെച്ച്, എൻ്റെ കർത്താവെ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ ഈ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാൻ. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നു. അതായത് വെളുപ്പിന് 3 മണിക്ക് കരുണയുടെ മണിക്കൂറിൽ എഴുന്നേറ്റിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, ഞാൻ 3 മണിക്ക് കുർബാന അർപ്പിക്കുകയാണ്. അപ്പന് വയ്യ, അമ്മയും വയ്യ, അപ്പുറത്ത് വയ്യാതിരിക്കുകയാണ്. ആമാശയത്തിൽ മുഴയൊക്കെ ആയിട്ട് അത് സർജറി ചെയ്ത് അമ്മ ഇരിക്കുകയാണ്, മകനും മരുമകളും ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരണ്ട, എന്നോട് കുർബാന അർപ്പിക്കാനാണ് പറഞ്ഞു. ഞാൻ കുർബാന അർപ്പിച്ചു, നിങ്ങൾ വരണ്ട. പക്ഷെ ഞാൻ കുർബാന അർപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ അപ്പച്ചന് വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി ഞാൻ വരും. അപ്പം ഞാൻ ആ മരുമകളെടുത്ത് പറഞ്ഞു, എനിക്കറിയാം സമയം ഒത്തിരി അസമയമായി, നിനക്ക് ഉറങ്ങണം, എന്നാലും വേണ്ട പൊന്നുമുള്ള, നീ ഈ കാര്യം ചെയ്യാന്നറിയാം, ഈ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവച്ച മുറി അതെല്ലാം ഒന്ന് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് കൂട്ടിയൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാവോ, ഞാൻ രാവിലെ ഒന്ന് വെഞ്ചരിച്ച് തരാം, കുർബാനയും കൊണ്ട് വരാം. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല, ഞാൻ വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മകനും മരുമകളും കൂടെ വീടെല്ലാം വൃത്തിയാക്കി രാവിലെ ഈശോ വരാൻ വേണ്ടി എല്ലാം നന്നായിട്ടൊക്കെ ഇട്ടു. രാവിലെ 3 മണിക്ക് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരു 3 പേര്, ഞങ്ങൾ 2 പേര്, ഞങ്ങൾ 5 പേര് ഈ കുടുംബത്തിന് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പേപ്പറിൽ ബലിപീഠത്തിൽ എഴുതി വെച്ചു, എൻ്റെ ഈശോയെ, 1-ാം പ്രമാണ ലംഘനം നടത്തി ഈ എഴുന്നേപ്പില്ലാതെ ഒരു പുരോഗതി ഇല്ലാതിരിക്കുന്ന ഈ കുടുംബത്തോട് കരുണ കാണിക്കണേ, ഇവരെ സഹായിക്കണേ, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിയോഗം എഴുതി വെച്ച് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു 4:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന ഉടനെ ഞാൻ ഈ ചേട്ടന് കുർബാന കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഈ മകനോടും മരുമകളോടും പറഞ്ഞു, ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്താവൻ ചോദിച്ചു. അങ്ങനെ അവരെ എടുത്തുകൊണ്ട് വന്ന് ഇരുത്തി, വീണു പോകാതിരിക്കാൻ 2 സൈഡിലും പിടിച്ച് കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ ഈശോയെ ഇങ്ങനെ കൈ പിടിച്ച് കുർബാന കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ലോകത്തിൻ്റെ രക്ഷയ്ക്ക്, ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ് ഈ ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യത്തിൽ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. കർത്താവ് ദാ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഹൃദയം പൊട്ടി ഒന്ന് വിളിക്ക്, എൻ്റെ ഈശോയെ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് കരുണ കാണിക്കണേ, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞു, കുടുംബം മുഴുവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വിശുദ്ധ കുർബാന കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ടുപോയി കിടത്തിയോളം പറഞ്ഞു. ആ വീട്ടിലെ അമ്മച്ചിക്കും കുർബാന കൊടുത്തിട്ട് ഞങ്ങൾ ആ വീട് മുഴുവൻ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. മറ്റേ സാധനമൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞ് എല്ലാം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അന്ന് രാത്രിയിൽ ഒരു സംഭവം നടന്നു. ഈ കുടുംബനാഥൻ മരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും ആശുപത്രിയിൽ അങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ ഏതാണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പം മരിക്കും എന്ന് കരുതി ഇവർക്ക് കല്ലറയില്ല, ഇവർക്ക് പള്ളിയിൽ ഈ കുടുംബത്തിന് കല്ലറയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ ദിവസങ്ങളിൽ തന്നെ വന്ന് കുടുംബത്തിന് വേണ്ടി ഒരു കല്ലറ പണിത്, അപ്പനെ അടക്കാൻ വേണ്ടി കല്ലറയൊക്കെ പണിത് റെഡി ആയിരിക്കുകയാണ്. ആ ദിവസങ്ങളിലാണ് നടന്നത്. അന്ന് എന്താ സംഭവിച്ചെന്നറിയാമോ? അതായത് ഈ കുർബാന കൊടുത്തതിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന ദിവസത്തിൻ്റെ ആ രാത്രി സന്ധ്യ മുതൽ അവിടെ പെരുമഴ പെയ്യാൻ തുടങ്ങി. പെരുമഴ, പേമാരി. ആ പേമാരിയിൽ ഈ പുതിയതായി പണിഞ്ഞ കല്ലറ കുത്തി ഒലിച്ചു പോയി. അതെനിക്കൊരു അടയാളമായിരുന്നു. അതെനിക്ക് ദൈവം തന്നൊരു അടയാളം. ആ സെമിത്തേരിയയിലെ വേറെ ഒരു കല്ലറയ്ക്ക് ഒരു കുഴപ്പമില്ല, ഈ കല്ലറ മാത്രം കുത്തി ഒലിച്ചു പോയി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ രോഗക്കിടക്കയിൽ നിന്ന്, മരണക്കിടക്കയിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ച് പള്ളിയിൽ വന്ന് കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി ഒരിക്കൽ കൂടി കുമ്പസാരിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോയി. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ആ കുടുംബം, ഞാൻ അവിടുത്തെ വികാരിച്ചനാണ്, അപ്പോൾ ആ കുടുംബം കണ്ണുനീരോടെ എഴുതിത്തുന്നൊരു കത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ അമ്മയാണ് എഴുതിയിരിക്കുക. അമ്മ പറഞ്ഞു, ഒരു വിശുദ്ധ കുർബാനയാണ് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത്.
ഒരു വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ആയിരക്കണക്കിന് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അതായത് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരം മാറിപ്പോകുന്ന അനുഭവം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഈ യോഗ്യതയില്ലാതെ ബലി അർപ്പിച്ചിട്ട് കാര്യമില്ല. യോഗ്യതയില്ലാതെ ബലി അർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറക പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യോഗ്യതയില്ലാതെ ബലി അർപ്പിച്ചിട്ട് യാതൊരു കാര്യം. പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ അത് യോഗ്യതയോടെ വിശുദ്ധിയോടെ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കാൽവരി മലയിൽ നടന്ന അതേ ബലി നടക്കാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്തില്ലല്ലോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് കർത്താവ് ഈശോ മിശിഹായുടെ മുഴുവൻ, ഈശോ എന്താണോ, ദ ഹോൾ മിസ്റ്ററി ഓഫ് ജീസസ് ക്രൈസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ കുർബാനയിൽ സന്നിഹിതമാണ്. അതായത് ഞാൻ പറയുന്ന വാക്ക് ഇന്നലെ ഞാൻ പറഞ്ഞാണ്, യേശുവിൻ്റെ ശരീരം പറ, ശരീരം പറ, ശരീരം, രക്തം പറ, രക്തം, ആത്മാവ്, ദൈവത്വം, ജീവൻ. ഈ 5 കാര്യങ്ങൾ: യേശുവിൻ്റെ ശരീരം, രക്തം, ആത്മാവ്, ജീവൻ, ദൈവത്വം. മനസ്സിലായോ? ഇതെല്ലാം സമ്പൂർണമായി പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാണ്. സമ്പൂർണമായി കുർബാനയിൽ സന്നിഹിതമാണ് യേശു, സമ്പൂർണമായി. അതുകൊണ്ടാണ് അത് കൂദാശകളുടെ കൂദാശ എന്ന് വിളിക്കുന്നത്. അതായത് ജീവനോടെ യേശു എഴുന്നള്ളി വരികയാണ്. ഓരോ കുർബാനയിലും സമ്പൂർണമായി യേശുവിൻ്റെ ആ രഹസ്യം, യേശു രഹസ്യം, ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രസന്റ് ഇൻ എവറി സെലിബ്രേഷൻ ഓഫ് ദി യൂക്കറിസ്റ്റ്. അപ്പോൾ യേശുവിൻ്റെ ആ ക്രിസ്തു രഹസ്യം മുഴുവൻ, ക്രിസ്തു മുഴുവൻ കുർബാനയിൽ സന്നിഹിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഓരോ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ, ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന സമയത്ത് ജീവനോടെ നമ്മുടെ കർത്താവ് നമ്മുടെ കൺമുമ്പിൽ എഴുന്നള്ളി വരുന്നതായതുകൊണ്ട്, ദൈവം തന്നെ നേരിട്ട് വരുന്നതായതുകൊണ്ട് അതിൻ്റെ ഇൻഫിനിറ്റ് വാല്യൂ, അതിൻ്റെ അനന്ത മൂല്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കത് മനസ്സിലാവണം. ഇത് ദൈവം തന്നെ നേരിട്ട് വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ബലിപീഠത്തിൽ അഴിയാത്ത ഒരു കുരുക്കുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ബലിപീഠത്തിൽ അഴിയാത്ത ഒരു കുരുക്കുമില്ല. കാരണം അതെന്താ പറയുക, അത് ജീവനോടെ ജീവിക്കുന്ന ദൈവം സമ്പൂർണമായി ശരീരം, രക്തം പറ, ആത്മാവ്, ജീവൻ, ദൈവത്വം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് മുഴുവൻ ദൈവം, ഇത് മുഴുവനോടെ ദൈവം സമ്പൂർണമായി എഴുന്നള്ളി വരുന്ന പരിശുദ്ധ കുർബാനയിൽ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് ദൈവം കടന്നു വരും. ഇനി ഇത് ആത്മീയ പ്രശ്നമാവട്ടെ, ഭൗതിക പ്രശ്നമാവട്ടെ, കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതാണ് നമ്മൾ യോഗ്യതയോടെ കുർബാനയിൽ സംബന്ധിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമുക്ക് അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ, നേരമില്ലെന്നാലും ഒത്തിരി സമയം പോയി, ഇന്ന് സംഭവങ്ങളൊന്നും പറയണ്ടായിരുന്നു, പോട്ടെ. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ഒരു പഴയ നിയമ നിഴലാണ് മന്ന. നമുക്ക് വേഗം ഒന്ന് കാണാം. അത് മന്ന, അതായത് കർത്താവ് മരുഭൂമിയിൽ വെച്ച് മന്ന പൊഴിക്കുമ്പോൾ ആ മന്ന ഈ പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയുടെ അടയാളവും പ്രതീകവുമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം, പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായം 13 മുതൽ ഉറക്കെ വായിക്കാം. പുറപ്പാട് 16-13 മുതൽ വായിക്കാമോ? വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ഈ മന്ന എന്ന് പറയുന്നത് ദൈവദൂതന്മാരുടെ അപ്പം എന്നാണ് അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത്. അതൊന്ന് വായിക്കാമോ? അത് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനത്തിൽ മന്നയെക്കുറിച്ച് പറയും അത് ദൈവദൂതന്മാരുടെ അപ്പമാണ്, ദൈവദൂതന്മാരുടെ അപ്പം. സങ്കീർത്തനം 78, സങ്കീർത്തനം 78
24, 25 വായിക്കാമോ? സങ്കീർത്തനം 78, 24, 25 വായിച്ചേ. അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി. അതായത് ഈ മന്നയുടെ പ്രത്യേകത, അതിനെ വിളിച്ചത് ദൂതന്മാരുടെ അപ്പം എന്നാണ്. അതായത് ഹെവൻലി ബ്രെഡാണ്, സ്വർഗീയ അപ്പം. സ്വർഗീയ അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. അത് സ്വർഗീയ അപ്പം. അപ്പം അത് ഓർത്തിരിക്കുക. 4 കാര്യങ്ങൾ ഓർക്കണം മന്നയെക്കുറിച്ച്. ഒന്ന്, ഹെവൻലി ബ്രെഡ്, സ്വർഗീയ അപ്പം. പരിശുദ്ധ കുർബാന സ്വർഗീയ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്ന ആത്മീയ ഭക്ഷണം. രണ്ടാമതായിട്ട് മന്നയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ദിവസവും നൽകപ്പെട്ടു. ഇത് ഡെയിലി ബ്രെഡ് ആയിരുന്നു. ഡെയിലി ബ്രെഡ്, അന്നന്ന് ദിവസം വേണ്ട അപ്പം. അടുത്ത ദിവസത്തേക്ക് ശേഖരിച്ചു വെച്ചാൽ അത് പാഴായി പോകുമായിരുന്നു. അപ്പം അത് ഡെയിലി ബ്രെഡാണ്. അത് മന്ന പഴയ നിയമത്തിൽ അനുദിനം നൽകപ്പെട്ടത്. നമ്മൾ ഓരോ ദിവസവും ഈ സ്വർഗീയ അപ്പം, പരിശുദ്ധ കുർബാന ഓരോ ദിവസവും സ്വീകരിക്കണം. അതിൻ്റെ സൂചനയായിട്ടാണ്. അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമതായിട്ട് മന്നയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യാത്രയ്ക്ക് വേണ്ടി നൽകപ്പെട്ട അപ്പമാണ്. ഇത് യാത്രാഭക്ഷണമാണ്. ഈ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് നൽകപ്പെട്ട പാഥേയം, വഴിച്ചോറ്, വഴിയിൽ കഴിക്കാനുള്ള ഭക്ഷണം, അതാണ് ഈ മന്ന. അപ്പം അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയെ കാണേണ്ട മറ്റൊരു വിധം എന്ന് പറയുന്നത് ഇത് നമുക്ക് യാത്രാഭക്ഷണമാണ്. യാത്രാഭക്ഷണം ഇത് വാഗ്ദത്ത നാട്ടിൽ എത്തുന്നത് വരെയാണ് ഈ മന്ന നൽകപ്പെട്ടത്. ഒരു വചനം വായിക്കാം അതിൻ്റെ ഒരു ധാരണയ്ക്ക് വേണ്ടി. പുറപ്പാട് 16 35 വായിച്ചേ. പുറപ്പാട് 16:35 ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നായാണ്. കാനാൻ ദേശത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നീട് മന്ന വർഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിൽ എത്തുന്നത് വരെ മനുഷ്യന് സ്വർഗീയ ജീവിതം ഉറപ്പുവരുത്തുന്ന സ്വർഗീയ അപ്പമാണ് പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നിങ്ങൾ ആരാധനയിൽ ഇങ്ങനെ പാടുന്നത്, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം നിശ്ചയമായി. മനസ്സിലായോ? സ്നേഹമോടെന്നെ ഭക്ഷിക്കുന്നവൻ എന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം. അപ്പൊ സ്വർഗത്തിൽ എത്തുന്നത് വരെയുള്ള സ്വർഗത്തിന്റെ ഉറപ്പാണ് ഈ യാത്രാഭക്ഷണമാണ് മന്ന. നാലാമതായിട്ട് ഇത് വാഗ്ദത്ത നാട്ടിൽ എത്തുന്നതിന്, വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നാസ്വാദനമായിരുന്നു. എന്ന് കേട്ടോ, ഇത് മുന്നാസ്വാദനം, സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ് കുർബാന. ഇത് ഇത്തിരി സമയം കൂടെ ഞാൻ എടുക്കട്ടെ. സ്വർഗത്തിൻ്റെ, നിങ്ങളെ ഞാൻ എഴുന്നേൽപ്പിച്ചില്ല എനിക്കറിയാം, എന്നാലും ഒന്ന് സഹിച്ച് കടിച്ചു പിടിച്ചൊന്നിരിക്കും, നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതായത് ഈ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ്. മുന്നാസ്വാദനം എന്നെ ഒന്ന് നോക്കുന്നുണ്ടോ? എല്ലാവരും നോക്കണേ, സ്ക്രീനിൽ നോക്കണം, അല്ലാത്തവർ എന്നെ നേരെ നോക്കണേ. സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, നേരത്തെ ഉള്ള സ്വർഗം എന്താണെന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു സമയമാണ്, ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാന. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മന്നായുടെ രുചി എന്തിൻ്റെ രുചിയായിരുന്നു അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മന്നായുടെ രുചി? പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ വായിക്കണ്ടേ. തേനിന്റെ രുചിയായിരുന്നു. തേൻ. അതെന്തുകൊണ്ടാണ് തേനിന്റെ രുചി? ഈ വാഗ്ദത്ത നാട് തേനും പാലും ഒഴുകുന്ന നാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നാടിന്റെ ടേസ്റ്റ് ആയിരുന്നു ഈ ഭക്ഷണത്തിന്. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗീയ അനുഭവത്തിന്റെ മുന്നോടിയും മുന്നാസ്വാദനവുമാണ് പരിശുദ്ധ കുർബാന. നിങ്ങളും ശ്രദ്ധിക്കണം, ഓരോ കുർബാനയിലും നമ്മൾ സ്വർഗത്തിലെത്തുന്നുണ്ട്. ഉണ്ടോ? ഇനി വളരെ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ന്യൂവാൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ശ്രദ്ധിച്ചാൽ കേട്ടോ. അധികം വടക്കം ഒന്നും നോക്കരുത്, വേറൊന്നും ഇപ്പം ചിന്തിക്കരുത്. വീട്ടിലെ കാര്യങ്ങളൊന്നും കോഴിക്കോട് അടച്ചില്ല, കന്നാലിക്ക് വെള്ളം കൊടുത്തില്ല, അതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, കന്നാലിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ വേറൊന്നും ഇപ്പം ചിന്തിക്കരുത്. ഇപ്പം എന്നെ ഒന്ന് എൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. എന്താണെന്നറിയാം? നമ്മൾ ഓരോ കുർബാനയിലും നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 4, 5 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ, ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. വെളിപാട് പുസ്തകത്തിൻ്റെ 4, 5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ബലിയാണ്, സ്വർഗീയ ബലി. അപ്പൊ കുഞ്ഞാട്
സിംഹാസനസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി യോഹന്നാൻ കണ്ടു. അങ്ങനെ നിൽക്കുന്ന കുഞ്ഞാടിനെ വെളിപാട് പുസ്തകം അവതരിപ്പിക്കുമ്പോൾ വെളിപാട് പറയുന്ന ഇങ്ങനെയാണ്: സ്വർഗത്തിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടതായി തോന്നുന്ന കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട്, കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുകയാണ് സ്വർഗത്തിൽ പിതാവിന്റെ മുമ്പിൽ, സിംഹാസനസ്ഥന്റെ മുമ്പിൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ. ശ്രദ്ധിക്കണേ, അതെന്താ? വാട്ട് ഡസ് ദ സിംബൽ കമ്മ്യൂണിക്കേറ്റ്? അതെന്താ നമ്മളോട് പറയുന്നേ? സിംഹാസനസ്ഥന്റെ മുമ്പിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുകയാണ്. എന്താ അത്? യേശു അതെന്താണ്? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം എന്താണ്? ആശയം എന്താണെന്നറിയാമോ? പിതാവിന്റെ മുമ്പിൽ യേശു തൻ്റെ മുറിവുകളുമായി നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം, ആണല്ലോ. യേശു പിതാവിന്റെ മുമ്പിൽ തൻ്റെ മുറിവുകളുമായി, തൻ്റെ പീഡാനുഭവങ്ങളുമായി, തൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകളുമായി യേശു നിൽക്കുന്നു. അതാണ് നമ്മൾ പിന്നീട് റോമർ 8 ഹെബ്രായർ 1 വായിക്കും. അവൻ എന്ത് ചെയ്തു? അവൻ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവിടെ ഇരുന്ന് അവൻ എന്ത് ചെയ്യുന്നു? അവൻ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളിലും പുതിയ നിയമത്തിലെ ഹെബ്രായ ലേഖനത്തിലും മാധ്യസ്ഥം വഹിക്കുക എന്ന ജോലി ആരുടെയാണെന്നറിയാമോ? മാധ്യസ്ഥം വഹിക്കുന്നത് ആരാണ്? പ്രധാന പുരോഹിതന് 2 ജോലിയാണ്. ഹെബ്രായ ലേഖനം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. പ്രധാന പുരോഹിതന് 2 ജോലിയാണുള്ളത്. ഒന്ന്, ജനത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിക്കുക. രണ്ടാമത്തെ ജോലി ആ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. പ്രധാന പുരോഹിതന്റെ 2 ജോലി ഹെബ്രായ ലേഖനം പറയുന്നു. 2 ജോലി 5-ാം അധ്യായം വായിച്ചാൽ മതി. പ്രധാന പുരോഹിതന്റെ 2 ജോലി എന്തൊക്കെയാണ്? ഒന്ന്, ജനത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. രണ്ടാമത്തേത്, ആ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. ഇതാണ് പ്രധാന പുരോഹിതന്റെ 2 ജോലി. ശ്രദ്ധിച്ചു കേട്ടോണേ, ശ്രദ്ധമാനല്ലേ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രധാന പുരോഹിതന്റെ 2 ജോലി എന്ന് പറയുന്നത്, ഒന്ന് പറയൂ, ഒന്ന് ജനത്തിന് വേണ്ടി ബലിയർപ്പിക്കുക, പാപപരിഹാരത്തിനെ ബലിയർപ്പിക്കുക. എന്നിട്ട് രണ്ടാമത് എന്ത് ചെയ്യുക? മാധ്യസ്ഥം. യേശു എന്ന പ്രധാന പുരോഹിതൻ, ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നു, ഈ 2 കാര്യങ്ങളാണ് ചെയ്തത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, നമുക്ക് വേണ്ടി അവിടുന്ന് കാൽവരി മലയിൽ തന്നെ ബലിയർപ്പിച്ചു. അത് ഭാഗം 1. ഭാഗം 2, ആ പീഡാനുഭവത്തിന്റെ യോഗ്യതകളുമായി പിതാവിന്റെ മുമ്പിലിരുന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അത് അന്തോണീസ് അൽഫോൻസാമയും മാധ്യസ്ഥം വഹിക്കുന്നതല്ലത്. മനസ്സിലാവുന്നുണ്ടോ? അത് മാധ്യസ്ഥം വഹിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു, നമുക്ക് വേണ്ടി വാദിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ പീഡാനുഭവങ്ങളെ ഒരു പ്രധാന പുരോഹിതനായി കാഴ്ചവെച്ച് മാധ്യസ്ഥം വഹിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മോനെ പിന്നെ ഫോട്ടോ എടുക്കാം. മോനെ മറിക്കും. ഞാനിന്ന് പറഞ്ഞു തീർത്തു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? അവൻ ജനത്തിന് വേണ്ടി ബലികളും കാഴ്ചകളും സമർപ്പിക്കുന്നു. രണ്ടാമത്തേത്, മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു എന്ത് ചെയ്തു? കാൽവരി മലയിൽ ബലികളും കാഴ്ചകളും സമർപ്പിച്ചു. ഒന്ന്. രണ്ടാമതായിട്ട് ആ ബലിയുടെ യോഗ്യതകൾ എടുത്ത് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് പരിചയമുള്ള 3 റീത്തുകളിലെ പരിശുദ്ധ കുർബാനയിലും ഇങ്ങനൊരു ഭാഗമുണ്ട്. ലത്തീൻ കുർബാനയിൽ ഇങ്ങനെ പറയും, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. അപ്പൊ ജനം മറുപടി പറയും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. മലങ്കര കുർബാനയിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ജനം അതിന് മറുപടി പറയും, നിങ്ങൾ പാടും, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. മനസ്സിലായോ? പൂർവ്വപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അങ്ങോട്ട് പോട്ടെ എല്ലാവരും. ഇവിടെ വരെ എത്തിയ പാട് നമുക്കറിയാം അല്ലേ? അത് തന്നെ 8:30 വന്നപ്പോൾ 8 മണിയുടെ കുർബാനയ്ക്ക്. അന്നേരമാണ് അച്ഛൻ പറയുന്നത് എല്ലാവരും മേളിലോട്ട് വരാൻ, അസംബ്ലിക്ക് വരാൻ. പ്രിൻസിപ്പൾ പറയുന്ന പോലാണ് എല്ലാവരും മേളിലോട്ട് വരാൻ. അമ്മച്ചി ഇവിടെ എത്തിയ പാട് അമ്മച്ചിക്ക് അറിയത്തുള്ളൂ. ഒരു തരത്തിലാണ് കഷ്ടപ്പെട്ട് ഈ മല കയറി ഇവിടെ വന്നത്. അന്നേരമാണ് എല്ലാവരും മേളിലോട്ട് വരാൻ. എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാ എല്ലാവരും അവിടെ മര്യാദയ്ക്ക് പള്ളിയിൽ നിന്നാൽ പോരെ?
എല്ലാവരും എന്തിനാണ് ഇപ്പം മേളിലോട്ട് വിളിക്കുന്നത്? എല്ലാ കുർബാനയിലും ഉണ്ട് ഇത്. കത്തോലിക്ക തിരുസഭയുടെ എല്ലാ റീത്തുകളിലെ കുർബാനയിലും അനാഫറയില് ഈ ഇങ്ങനെ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിശ്വാസി ആരെ കാണുന്നു? ആരെയാ കാണുന്നത്? അവിടെ മരിച്ചുപോയ വല്യപ്പച്ചൻ, കഴുത്തൊടിഞ്ഞ് വീണ നമ്മുടെ വല്യമ്മച്ചൻ, അതൊന്നും അല്ല. ആരെയാ കാണുന്നത്? മാലാഖമാർ, പ്രധാന ദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ. അപ്പൊ അങ്ങനെ ഇങ്ങനെ എല്ലാ ദൂതന്മാരെയും കാണുന്ന സമയത്ത് ആ ദൂതന്മാരെല്ലാം എന്നാ അവിടെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണോ? എന്ത് ചെയ്യണം അവരവിടെ? അവരെല്ലാവരും അവിടെ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ. അതാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പാടുന്നേ? ആ പരിശുദ്ധൻ, എല്ലാവരും പരിശുദ്ധൻ. മനസ്സിലായോ? ആ ഭാഗത്താണ് ഇത് പാടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് ആരാധനായ പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി. കണ്ടോ, കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്നത് അസംബ്ലിക്ക് പ്രിൻസിപ്പൾ ഇറക്കിക്കൊണ്ട് വരുന്ന പോലെ എല്ലാവരെയും മേളിലോട്ട് കൊണ്ടുവന്നിട്ട്. അതെന്തിനാ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തറിയാം? നമ്മൾ ഈ ഭൂമിയിൽ ഓരോ ഇടവകയിലും അർപ്പിക്കുന്ന കുർബാന യഥാർത്ഥത്തിൽ പുത്രൻ കുരിശിലർപ്പിച്ച ബലിയുടെ യോഗ്യതകള് പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണം. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ കുർബാനയിലും യേശു പ്രാർത്ഥിക്കുന്നു, നമ്മൾ യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിക്കുന്നു, അപ്പൊ യേശുവിനോട് കൂടെ. അപ്പൊ അതുകൊണ്ട് ഇത് നടക്കുന്നത് എവിടാ? സ്വർഗത്തിൽ. ഓരോ കുർബാനയും സ്വർഗത്തിന്റെ മുൻ ആസ്വാദനമാണ്. സ്വർഗത്തിലെത്താതെ നിങ്ങൾക്ക് കുർബാന തീർത്തു പോകാൻ പറ്റില്ല. സ്വർഗത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും സ്വർഗത്തിന്റെ മുൻ ആസ്വാദനമാണ്. സ്വർഗീയ അനുഭവം, സ്വർഗീയ അനുഭവം. നിത്യതയുടെ ഒരു വെളിച്ചമുള്ള മനുഷ്യർക്ക് കുർബാന അത്രയും ഹെവൻലി ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുമാത്രം വിലപ്പെട്ട ഒരു അനുഭവമാണ് ഓരോ പരിശുദ്ധ കുർബാന. ഞാൻ ഇന്നലെ അച്ഛൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് ആ മോമെന്റ്, ഈ ദൈവം എൻ്റെ കൂടെ എന്നുള്ളത് അച്ഛന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആ സ്വർഗീയ അനുഭവം ഒന്ന് നിറഞ്ഞിട്ട് പറയാവോ? ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ ഞാൻ നാളെ പറയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഞാൻ നയിക്കുന്നത് നമ്മൾ നന്നായിട്ട് ബലി അർപ്പിക്കാൻ ഒരുങ്ങണം. പ്രാർത്ഥനകളൊക്കെ നന്നായിട്ട് ചൊല്ലണം. ഓരോ പ്രാർത്ഥനയുടെയും ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചോദിക്കണം. കുർബാന പുസ്തകം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഒരു നല്ല ആത്മീയ എക്സസൈസാണിത്, സ്പിരിച്വൽ എക്സസൈസാണ്. എന്താണ്? കുർബാന പുസ്തകം എടുത്തിട്ട് ഓരോ പ്രാർത്ഥനയായിട്ട് ചൊല്ലിയിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം, ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്, അത് ആലോചിച്ച് നോക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവാത്തത് ആരോടെങ്കിലും ചോദിക്കണം. ഇനി ഓരോന്ന് എന്തിനായിരിക്കും ഈ പ്രാർത്ഥന ഇവിടെ വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ചോദിച്ച് നമ്മുടെ ആരാധന സജീവമായാൽ അതിശക്തമായ ദൈവാനുഭവങ്ങൾ ഉണ്ടാവും. വേറെ എങ്ങോട്ടും തിരിയേണ്ട കാര്യമില്ല. നിങ്ങളെന്നല്ല, ഞാൻ ഇന്നലെ കുർബാനയെക്കുറിച്ച് എൻ്റെ സുഹൃത്തായ ഒരു അച്ഛനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഡാനിയലെ നിനക്കറിയാവോ, നമ്മുടെ ഈ കരിസ്മാറ്റിക് ശുശ്രൂഷകളൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്തിൽ നിലനിന്നത്? കുർബാന അർപ്പിച്ച്, വിശുദ്ധ കുർബാന അല്ലാതെ വേറെ എന്താ അവർക്കുണ്ടായിരുന്നത്? പക്ഷെ ആ ജനത്തിന് കുർബാന എന്താന്ന് അറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നു കർത്താവ് ഈശോ മിശിഹായുടെ ഈ ബലിയുടെ ആന്തരിക അർത്ഥങ്ങൾ. ഇതുമാത്രം നമുക്ക് ശരിക്കും ഭയങ്കര എന്ത് വില കൊടുത്താണ് മനുഷ്യർ കുർബാന അർപ്പിച്ചിരുന്നത്. എനിക്ക് ഒരു അമ്മച്ചിയെ പരിചയമുണ്ട്. ഞാനൊരു ഇടവകയിൽ ഇരിക്കുമ്പോൾ ആ അമ്മച്ചി ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് വരൂ. കാരണം അമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാവരും കൂടെ വണ്ടിയിലൊക്കെ കൊണ്ടുവരണം. എങ്ങനെയെന്നറിയോ? ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അമ്മച്ചി ഒന്നും കഴിക്കത്തില്ല. പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചാലും വയ്യാത്ത അമ്മച്ചിയാണ്, ഇല്ലില്ല എനിക്ക് ഈശോയെ സ്വീകരിക്കാനുള്ളതാണ്, എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയും. എന്നിട്ട് പള്ളിയിൽ വന്ന് കുർബാന സ്വീകരിച്ചിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. എന്തോരു ഒരുക്കത്തോടാണ് കുർബാനയ്ക്ക് വരുന്നത്. പിന്നെ സൺഡേ ബെസ്റ്റ് എന്ന് പറയുന്നൊരു ആശയമുണ്ട്. സൺഡേ ബെസ്റ്റ്, ഏറ്റവും നല്ല, കൊള്ളാവുന്ന വസ്ത്രങ്ങളൊക്കെ ഒത്തിരിയൊന്നും ഇല്ലല്ലോ, ഏറ്റവും നല്ല വസ്ത്രം അവർ പള്ളിയിൽ പോകാൻ വേണ്ടി മാറ്റിവെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിരോധം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ വെള്ളയും ധരിച്ച് പോകണം. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല.
ഞാൻ വികാരിച്ചനാണ്. എൻ്റെ പള്ളിയിൽ ഞായറാഴ്ച എല്ലാവരും വെള്ളയിട്ടാണ് വരുന്നത്. എല്ലാവരും ഒരു പാവപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അതുങ്ങൾ നല്ല ഒരു വെള്ള 1-2 ജോഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ച. എന്ത് രസമെന്നറിയാം, കുഞ്ഞുങ്ങളൊക്കെ നല്ല മാലാക കുഞ്ഞുങ്ങളായിട്ട്. എന്ത് ഭംഗിയാണത്. അത് ഇപ്പോൾ വെള്ളയിട്ടാലേ കുർബാനയാവത്തുള്ളൂ, വെള്ളയിട്ടാലേ അങ്ങനൊന്നുമില്ല. ഇതിനൊന്നും ഒരു കൾട്ടാക്കണ്ട. പക്ഷേ അത് ആ കുടുംബം എടുക്കുന്ന ഒരു വിലയുടെ എക്സ്പ്രഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് കുർബാനയുടെ വില നമുക്ക് കൂടുതൽ നമ്മുടെ തലമുറയെ ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കണം. കുഞ്ഞുങ്ങളെ ശരിക്കും ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ ശരിക്കും കുർബാനയുടെ വില അറിയിച്ച് വളർത്തണം. കുർബാനയുടെ വില അറിയിച്ച് വളർത്തണം. ശരിക്കും കുർബാന, അതായത് കുഞ്ഞുങ്ങളോട് പറയണം, പരിശുദ്ധ കുർബാനയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയണം. എന്ത് കാര്യമുണ്ടെങ്കിലും കുർബാനയിൽ പോയി പ്രാർത്ഥിക്കാൻ പറയണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമാണ്. എന്നറിയാം, ഞാനൊരു ഇടവകയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് രാവിലെ പാല് കൊണ്ടുവരുന്നൊരു പയ്യനുണ്ടായിരുന്നു. പാല് ചെറുപ്പക്കാരനാണ്. അവൻ രാവിലെ ഒരു കൈലിമുണ്ടൊക്കെ എടുത്തൊരു ടീഷർട്ടൊക്കെ ഇട്ട് രാവിലെ ഒരു 5:45, 6 അടുപ്പിച്ച് ഇവൻ വരും. 6:30ക്കാണ് പള്ളിയിലെ കുർബാന. അവൻ കൊണ്ടുവന്ന പള്ളിയുടെ ആ പള്ളിമുറിയുടെ വാതുക്കെ അത് വെച്ചിട്ട് ഞാനുണ്ടെങ്കിൽ എനിക്കൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടാൻ പോകും. ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട്, ഞാൻ ഈ ധ്യാനത്തിനൊക്കെ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ പഠിക്കാൻ പോയിട്ട് ഞാൻ ഗതി പിടിച്ചില്ല അച്ഛാ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ കോളേജിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് പ്രൈവറ്റായിട്ടൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കോഴ്സിന് പോയി, നേവിയുടെ അതൊന്നും ശരിയായില്ല അച്ഛാ. എന്നോട് ആ അധ്യാപകർ പറയുന്നത്, ശരി നീ രക്ഷപ്പെടത്തില്ല, നിനക്ക് അതിനുള്ള കഴിവില്ലെന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛാ പൈസ 50,000 രൂപ അവിടെ കെട്ടി വെച്ച് പോയച്ചാ, എനിക്കൊന്നുമില്ല അച്ഛാ, ഞാൻ വിഷമത്തില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, അയ്യോ നീ രക്ഷപ്പെടും, നീ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നീ നാളെ രാവിലെ പാലും കൊണ്ട് വരുമ്പോൾ നല്ല പാൻറ് ഷർട്ട് വിട്ട് വരണം. അവനൊന്നും മനസ്സിലായില്ല. അവൻ പറഞ്ഞു, എന്താണ് ഈ കൈലിമുണ്ടിൻ്റെ കുഴപ്പം, പച്ചതെന്നല്ല. ഞാൻ പറഞ്ഞു, അതല്ല, നീ പാൻറ് ഷർട്ട് വിട്ട് ഒന്ന് വന്ന് നോക്ക്, നിനക്ക് ജോലി കിട്ടും. അവനൊന്നും പിടിയിട്ടില്ല. അവൻ പിറ്റേ ദിവസം പാൻറ് ഷർട്ടൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് വന്നു. ഞാൻ പറഞ്ഞാൽ പാലുകുപ്പി അവിടെ വെച്ചിട്ട് മക്കൾ പള്ളി കയറാൻ പറഞ്ഞു. 6:30 കുർബാന, നിനക്ക് ജോലി കിട്ടും, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം ജോലി, കയറാൻ പറഞ്ഞു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പാല് കൊണ്ടുവന്നിട്ട് പാല് വെച്ചിട്ട് കുർബാനയ്ക്ക് കയറാൻ തുടങ്ങി. അധികം താമസിക്കാതെ അവന് നേവിയിൽ സെലക്ഷൻ കിട്ടി. അവൻ ജോലിക്ക് വേണ്ടി പോവുകയും ചെയ്തു. പറയാൻ വന്നതല്ല, ഞാനും ബ്രദറും കൂടെ പൂനെയിൽ ഒരു ധ്യാനം നടത്തുകയാണ്. പൂനെയിലെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി പെട്ടിയൊക്കെ, വിഷമൊക്കെ മാറി പെട്ടിയൊക്കെ എടുത്ത് പോരുമ്പോൾ ഒരു മുട്ടയടിച്ച ഒരുത്തൻ നണ്ടാ ഓടി വരുന്നു. എനിക്ക് ആദ്യം മനസ്സിലായില്ല, സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പറയുന്നത്, 12 പാൽക്കാരൻ, നമ്മുടെ പഴയ പാൽക്കാരനാണ് വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? പഴയ പാൽക്കാരൻ എന്താ വന്ന് നിൽക്കുകയാണ്. അമ്പടാ, ഞാൻ പറഞ്ഞു, എടാ നീ എന്താ ഇവിടെ? എൻ്റെ അച്ഛാ, ഞാൻ ഇപ്പം നേവിയിലാണ് അച്ഛാ, എനിക്ക് നല്ല ശമ്പളമുണ്ട് അച്ഛാ, എന്നെ ദൈവം അനുഗ്രഹിച്ചച്ചാ. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇപ്പോഴാണ് വരുന്നത്? എൻ്റെ അച്ഛാ അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അച്ഛാ, പള്ളിയിലൊക്കെ പോയിട്ട് ഒത്തിരി നാളായി അച്ഛാ. എൻ്റെ അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാ, എനിക്ക് കുർബാന സ്വീകരിക്കണം അച്ഛാ. ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴാണ് കുർബാന? അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം അച്ഛാ. ഞാൻ പിന്നെ പെട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവനെ കുമ്പസാരിപ്പിച്ച് കുർബാനയൊക്കെ ചൊല്ലി കുർബാനയൊക്കെ കൊടുത്ത് അങ്ങനെ അവൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. അനുഗ്രഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും. ഇപ്പോഴും അനുഗ്രഹമായി. ആ പാലും കൊണ്ട് വന്ന അവൻ, ജീവിതം നഷ്ടപ്പെട്ടിരുന്ന അവൻ കണ്ടോ, കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നറിയോ? ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? മാതാപിതാക്കന്മാർ കുർബാനയ്ക്ക് കുട്ടികളെയും കൊണ്ട് പോകണം. എന്നിട്ട് അത് പറഞ്ഞു കൊടുത്ത് ഈശോയുടെ സന്നിധിയിൽ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും. ഇപ്പോൾ പരീക്ഷയാണ്, മക്കൾ പോയി കുമ്പസാരിച്ച് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? വേറെ എളുപ്പ വഴികൾക്കൊന്നും പോകരുത്. അതല്ല, അതൊന്നും വേണ്ട. കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. എല്ലാം അനുഗ്രഹം. ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ബലിപീഠത്തോട് ചേർത്ത് കെട്ടിയ ഒരു മകനും ഒരു മകളും നഷ്ടപ്പെട്ടു പോവില്ലെന്ന് യേശുവിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ബലിപീഠത്തോട് കെട്ടിയിട്ട ഒറ്റയാൾ, പറഞ്ഞേ ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ ഇന്ന ആളെ ഓർമ്മയുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. എന്തെന്നറിയാം, ഞാനൊരു കൊച്ചു സെമിനാരിക്കാരനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അരമനയിൽ കുർബാനയ്ക്ക് കൂടാൻ ഞങ്ങൾ നിൽക്കുമ്പോൾ 2 ചെറിയ കുഞ്ഞുങ്ങൾ
ചെറിയ കുട്ടികൾ കുർബാനയ്ക്ക് വരും. അവർ എല്ലാ ദിവസവും അവരുടെ വല്യപ്പച്ചൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങൾ വന്നിരുന്ന് ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഈ എല്ലാം നന്നായിട്ട് കുർബാനയ്ക്ക്, ചെറിയ കുഞ്ഞുങ്ങളാണ്. അതിലെ മകളെ എനിക്കറിയാം, അവൾ നല്ല അനുഗ്രഹത്തോടെ ജീവിക്കുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, ഈ മകൻ അവൻ നിരീശ്വരവാദിയായിട്ട് പോയി. അവൻ നിരീശ്വരവാദിയായിപ്പോയി. എന്നോട് ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ അവനെ ഓർമ്മയുണ്ടോ? അവൻ നിരീശ്വരവാദിയായി പോയായിരുന്നു അച്ഛാ. അവനിപ്പോ പള്ളിയിലേക്കും കുർബാനയിലേക്കും തിരിച്ചു വന്ന് പഴയതിനേക്കാൾ നല്ല ഭക്തനായിട്ട് മാറിയിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ബലിപീഠത്തോട് ചേർത്ത് കെട്ടിയ ഒരു കൊച്ച് പോകത്തില്ല. പോയാലും അപ്പോസ്തലൻ പറയുകയാണ്, പിശാച് തന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ ഉപകരണങ്ങളാക്കിയിട്ടുണ്ടെങ്കിലും സുബോധം വീണ്ടെടുത്ത് അവർ തിരിച്ചു വരും. സുബോധം വീണ്ടെടുത്ത് അവർ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ഇത് മറക്കാൻ പാടില്ല.